പക്ഷേ ഈ സിനിമ തുടങ്ങി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ ആക്ടിങ് ആണ്. കാരണം ഇതിനകത്ത് മമ്മൂട്ടിയെ ഒരുപാട് യങ് ആക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ കറക്റ്റ് ഏജിലുള്ളൊരു ക്യാരക്ടറാണിത്. ഒരു പക്ഷേ കറക്റ്റ് ഏജ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസിലുള്ളൊരു ഏജിങ് ഒക്കെ ആയിരുന്നാലും ഈ കഥാപാത്രത്തിനെ നന്നായിട്ട് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പുള്ളിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും ഈ ഒരു കഥാപാത്രത്തിനോട് നമുക്ക് തന്നെ ഒരു ചെറിയ സ്നേഹം അങ്ങ് തോന്നിപ്പോകും തുടക്കത്തിൽ തന്നെ. എന്നാൽ തുടക്കത്തിൽ ഇതിൻ്റെ തിരക്കഥയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ആ ഒരു ടെമ്പോയിലോ ഒക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനെയാണ് ഇത്രയും ഫ്ലാറ്റായിട്ടാണ് സിനിമ പോകാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സുഖമായിരിക്കില്ല എന്നൊരു തോന്നൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ സിനിമ അങ്ങോട്ട് മാറാൻ തുടങ്ങി. ഒരു സെക്കൻഡ് ഹാഫ് വരെ വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് കുറച്ച് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഒരു പീക്കിലോട്ട് എത്തുന്നത്. അപ്പോൾ അവിടെ മുതലെന്നല്ല, തിരക്കഥയിൽ എനിക്ക് ആദ്യമൊക്കെ വളരെ ഫ്ലാറ്റായിട്ട് തോന്നിയെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും സിനിമ പോണതെന്ന് തന്നെ പലപ്പോഴും തോന്നിയെങ്കിലും പിന്നെ സിനിമയ്ക്ക് ഒരു എനർജി വന്നു. അപ്പോഴത്തേക്ക് സിനിമ അങ്ങ് മാറി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മമ്മൂട്ടി എന്ന ആക്ടറുടെ ഒരു പെർഫോമൻസ് ലെവലാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു സിനിമയാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസും വളരെ നാച്ചുറലായിട്ട് ആ കഥാപാത്രത്തിനെ കൊണ്ടുപോകുന്ന ആ ഒരു ശൈലിയൊക്കെ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ അങ്ങനെ പിടിച്ചിരുത്തും. കാരണം ആ ഒരു കഥാപാത്രമാണ് ഈ സിനിമയെ കൊണ്ടുപോകേണ്ടത്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞ് കോമഡി, അത് കോമഡി ആയിട്ടല്ല, വളരെ നാച്ചുറലായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നന്നായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി.